ചങ്ങായിമാരെ, അങ്ങനെ നമ്മൾ പൈതലിൻ്റെ അടിവാരത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ്. ഇവിടുന്ന് എൻട്രി പാസ് എടുത്തിട്ട് വേണം പൈതലിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററോളം ദൂരം കാടിനുള്ളിലൂടെ നടന്ന് കയറാനുള്ളതാണ്. കയറുന്നതിന് മുന്നേ ഫോറസ്റ്റിൽ നിന്ന് കുറച്ച് ഡയറക്ഷൻസ് തരും. അതായത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അഥവാ കൊണ്ടുപോയാൽ തന്നെ അത് അതുപോലെ തിരിച്ചിവിടെ ഏൽപ്പിക്കണം. പിന്നെ ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക്കുകളൊന്നും അവിടെ ഉപേക്ഷിക്കാൻ പാടില്ല. അതുപോലെ ലിക്കർ, പിന്നെ ബീഡി, സിഗരറ്റ് അതുപോലത്തെ സാധനങ്ങളൊന്നും അവിടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് ഡയറക്ഷൻസ് അവർ തരും. അതൊക്കെ കൃത്യമായി എല്ലാവരും അനുസരിക്കണം. ഈ പൈതൽമല ഇതുപോലെ നിലനിർത്തേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ പാസ്സൊക്കെ എടുത്തു, ഞങ്ങൾ പതുക്കെ കയറാൻ തുടങ്ങിയാണ്. നല്ല വഴുവഴുപ്പുണ്ട്, സൂക്ഷിച്ച് വേണം കയറുവാൻ. നല്ല മഴ പെയ്തിട്ട് ഇപ്പോൾ മാറിയിട്ടേ ഉള്ളൂ. മഴ ഇപ്പോൾ ചാറുന്നുണ്ട്, അത്ര ഹെവി ആയിട്ടൊന്നും പെയ്യുന്നില്ല. അപ്പോൾ ഒരു കാടിൻ്റെ ആംബിയൻസ് ആണ് മൊത്തം. ഒരു കൊടുങ്കാട്ടിലൂടെ നടക്കുന്നൊരു ഫീലിംഗ് ആണ്. മഴക്കാലത്ത് ഇതുപോലുള്ള ഒരു ഹൈക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും അഡ്വഞ്ചറസ് ആണ്. തെന്നുന്ന വഴിയാണ്, ഒരു സൈഡ് വലിയ കുഴിയാണ്. അട്ടയും ഒരു പ്രധാന വില്ലനാണ്. ഞങ്ങൾക്ക് ഇതുവരെ ആരും അട്ടയുടെ അനുഗ്രഹം കിട്ടിയിട്ടില്ല. പോകുന്ന വഴിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും മഴയിൽ കുളിച്ചു നിൽക്കുന്ന കാട്ടിനുള്ളിലൂടെയുള്ള ഒരു ട്രക്കിങ്ങിന് ഒന്നും തടസ്സമാവുന്നില്ല. ഞങ്ങൾ പതുക്കെ ശ്രദ്ധിച്ച് കയറി പോവുകയാണ്. തിന്നുന്ന വഴിയും അതുപോലെ അട്ടയും ഒക്കെ സഹിച്ച് വേണം പൈതലിലെ കാഴ്ചകളിലേക്ക് എത്തുവാൻ വേണ്ടി. അത് ഈ മഴക്കാലത്താണെങ്കിൽ ഇതിൻ്റെ ആംബിയൻസ് ഒരു വേറെ ലെവലാണ്. കാടൊക്കെ ആകെ ഗ്രീനറി ആയിട്ട് ഒരു പ്രത്യേക വൈബാണ്. ശരിക്കും മഴക്കാലത്ത് വന്നിട്ട് തന്നെ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണത്. കയറുന്ന വഴിയിലൊക്കെ ചെറിയ അരുവികളും ചെറു വെള്ളച്ചാട്ടങ്ങളൊക്കെ ധാരാളം ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ണൂരിൻ്റെ നീരുറവകളാണ്, കണ്ണൂരിൻ്റെ ജലസ്രോതസ്സുകളാണ് ഇവിടുന്ന് ഒഴുകി താഴേക്ക് പോകുന്നത്. മഴയും അതുപോലെ ഈ കടും പച്ച നിറവും പിന്നെ ഈ കാടിൻ്റെ ആംബിയൻസൊക്കെ കൂടി ഒരു പ്രത്യേക ലോകത്തൂടെ നടക്കുന്നൊരു ഫീലാണ്. ഈ മഴക്കാലം ഏതായാലും ഞങ്ങൾ ഓർമ്മിക്കാൻ പോകുന്നത് പൈതൽ ഹൈക്കിങ്ങിൻ്റെ പേരിൽ തന്നെ ആയിരിക്കും. അങ്ങനെ കാടിൻ്റെ ഗുഹയിൽ നിന്നും ഞങ്ങൾ പൈതലിൻ്റെ നീല വെളിച്ചത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാടും മലയൊക്കെ താണ്ടി പൈതലിൻ്റെ വിശാലമായ മേച്ചിൽപ്പുറത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. പൈതലിൻ്റെ ഹൃദയം എന്ന് വേണമെങ്കിൽ ഇത് പറയാം. മഴയത്ത് കോടയൊക്കെ നിറഞ്ഞ് പുല്ലുകളൊക്കെ വളർന്ന് പൈതൽ മല ഒരുപാട് സുന്ദരിയായിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിവിടെ എത്തേണ്ട താമസം പെരും മഴ തുടങ്ങി. ഞങ്ങൾ എത്താൻ കാത്തു നിന്ന പോലെയായിരുന്നു മഴ. പൈതലിലെ പെരുമഴ എന്താണെന്ന് ശരിക്കും അനുഭവിച്ച ഒരു നിമിഷമായിരുന്നു ഇതൊക്കെ.
ശരിക്കും പറന്നു പോകുന്ന വിധത്തിലാണ് കാറ്റൊക്കെ അടിക്കുന്നത്. കോടയും മഴയും കാറ്റുമൊക്കെ ആയിട്ട് ഓരോ സെക്കൻഡിലും പൈതലിൻ്റെ കാഴ്ചകൾ മാറി മറിയുകയാണ്. ഇത് ശരിക്കും മഴക്കാലത്ത് മാത്രം കിട്ടുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ പൈതലിൻ്റെ ഹൃദയത്തിൽ പെയ്ത മഴയ്ക്ക് നന്ദി അറിയിച്ച് ഇനിയൊരു മഴക്കാലത്തല്ല അടുത്ത മഞ്ഞുവീഴ്ചയിൽ കാണാമെന്ന് വാക്കും കൊടുത്ത് പൈതൽ മലയിൽ നിന്ന് ഞങ്ങൾ പതുക്കെ തിരിച്ചിറങ്ങുകയാണ്. മഴയ്ക്ക് ശമനമില്ല, അതുപോലെ ഇവിടെ കാഴ്ചകൾക്കും ശമനമില്ല. ഒരുപാട് കാഴ്ചകൾ ഇനി ഇവിടെ ബാക്കിയാക്കി ഞങ്ങൾ പതുക്കെ മടങ്ങുകയാണ്.